വെൽക്കം ബാക്ക് ടു പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്. എല്ലാവർക്കും പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് 10ാമത്തെ അധ്യായത്തിനെ കുറിച്ചാണ്. പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ പാർട്ട് സമകാലിക ലോക രാഷ്ട്രീയം എന്ന ഭാഗത്തിലെ ആദ്യ യൂണിറ്റായിട്ടുള്ള ദ കോൾഡ് വാർ എറ അഥവാ ശീതസമര കാലഘട്ടം, ഈ ചാപ്റ്ററെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ടാമത്തെ സമകാലിക ലോക രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശീതസമരത്തിൻ്റെ അന്ത്യത്തെയാണ് സമകാലിക ലോക രാഷ്ട്രീയ കാലഘട്ടത്തിൻ്റെ ആരംഭമായി സാധാരണ കരുതപ്പെടുന്നത്. അതുകൊണ്ട് ശീതസമരത്തെ പറ്റിയുള്ള ചർച്ചയിലൂടെയാണ് ഈ ഭാഗം തുടങ്ങുന്നത്. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നീ രണ്ട് വൻ ശക്തികളുടെ മേധാവിത്വ സ്ഥാപനത്തിനുള്ള ശ്രമമാണ് ശീതസമരത്തിൻ്റെ കാതൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ശീതസമര സംഘർഷ മേഖലകളിലേക്കുള്ള എത്തിനോട്ടമാണിത്. ചേരിചേരാ പ്രസ്ഥാനം രണ്ട് വൻ ശക്തികളുടെ മേധാവിത്വ ശ്രമത്തെ എങ്ങനെ വെല്ലുവിളിച്ചു? പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമത്തിനായി ചേരിചേരാ പ്രസ്ഥാനം നടത്തിയ പ്രയത്നവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക വികസനവും കൈവരിക്കാൻ സ്വീകരിച്ച രീതിയും, ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഇന്ത്യ വഹിച്ച പങ്ക്, ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ചേരിചേരാ നയം വിജയിച്ചുവോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945, 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധം. പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഒന്ന് അലൈഡ് ഫോഴ്സും മറ്റൊന്ന് ആക്സിസ് പവേഴ്സും. അലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് USA, USSR, UK എന്നിവയും ആക്സിസ് പവേഴ്സ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുമായിരുന്നു. എൻഡ് ഓഫ് ദി വാർ, USA dropped atomic bombs in Japan in August in 1945. 1941 ആഗസ്റ്റ് മാസത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലേക്ക് അമേരിക്ക ആണവ ആയുധം പ്രയോഗിച്ചതോടുകൂടിയാണ് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നത്. ക്രിറ്റിസിസം ഓഫ് അമേരിക്കൻ ബോംബിംഗ്. Unnecessary act. Japan was about to surrender. An attempt by the US to overcome Soviet Union in power race. It was to prove the American supremacy over Moscow. It was necessary to act to end the war so quickly and stop further loss. നെക്സ്റ്റ് വൺ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്താണെന്ന്. അമേരിക്കൻ തീരത്തിനടുത്ത് കിടക്കുന്ന ചെറിയ ദ്വീപാണ് ക്യൂബ. ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനമാണിവിടെ നിലനിൽക്കുന്നത്. അമേരിക്ക ക്യൂബയെ 1961 ഏപ്രിൽ മാസത്തിൽ ആക്രമിക്കുമെന്ന അവസ്ഥ സംജാതമായി. സോവിയറ്റ് യൂണിയൻ്റെ സഖ്യരാജ്യമായിരുന്നു ക്യൂബ. സോവിയറ്റ് യൂണിയൻ ക്യൂബയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ആക്രമണത്തെക്കുറിച്ചുള്ള ഭീതി മൂലം സോവിയറ്റ് യൂണിയൻ്റെ നേതാവായ നികിത ക്രൂഷ്ചേവ് ക്യൂബയെ റഷ്യൻ സൈനിക താവളമാക്കി മാറ്റി. 1962 അദ്ദേഹം ക്യൂബയിൽ ആണവായുധത്തോടുകൂടിയ മിസൈൽ സ്ഥാപിച്ചു. അതോടുകൂടി അമേരിക്കയെ തൊട്ടടുത്തു നിന്നു തന്നെ ആക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം സംജാതമായി. ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന റഷ്യൻ കപ്പലുകളെ തടയാൻ പ്രസിഡന്റ് കെന്നഡി, ജോൺ എഫ് കെന്നഡി, അമേരിക്കൻ നാവികസേനയ്ക്ക് കൽപ്പന നൽകി. റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധം ആസന്നമായതായി ലോകത്തിനു തോന്നി. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന പേരിൽ ഇതറിയപ്പെട്ടു. വൻ ശക്തികൾ തമ്മിലുള്ള അണ്വായുധ യുദ്ധത്തിൻ്റെ സാധ്യത ലോകത്തെ നടുക്കിക്കളഞ്ഞു. അവസാനം ഈ വൻ ശക്തികൾ ഒത്തുതീർപ്പിലെത്തുകയും ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന റഷ്യൻ കപ്പലുകൾ തിരിച്ചു പോവുകയും ചെയ്തു. നെക്സ്റ്റ് നോക്കുന്നത് കോൾഡ് വാർ. എന്താണ് ശീതസമരം? വാട്ട് ഈസ് കോൾഡ് വാർ? ഇറ്റ് വാസ് ആൻ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സോവിയറ്റ് യൂണിയൻ. രണ്ടാം
ലോകയുദ്ധത്തിൻ്റെ അന്ത്യം ലോകരാഷ്ട്രീയത്തിൻ്റെ നാഴികക്കല്ലായിരുന്നു. 1945 അമേരിക്ക, സോവിയറ്റ് യൂണിയനിൽ ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള സഖ്യശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുടെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികളെ തോൽപ്പിച്ചു. അങ്ങനെ 1939 ആരംഭിച്ച രണ്ടാം ലോക യുദ്ധം 1945 അവസാനിച്ചു. ഈ യുദ്ധത്തിൽ ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഉൾപ്പെട്ടിരുന്നു. ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും വസ്തുവകകൾക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് 1914, 1918 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ലോകയുദ്ധവും ലോകത്തെ പിടിച്ചുലച്ചു. രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അന്ത്യമാണ് ശീതസമരത്തിൻ്റെ ആരംഭം കുറിച്ചത്. 1945 ഓഗസ്റ്റിൽ ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങളിൽ അമേരിക്ക ആറ്റം ബോംബിട്ടതോടെ രണ്ടാം ലോകയുദ്ധം അവസാനിക്കുകയും ജപ്പാൻ കീഴടങ്ങുകയും ചെയ്തു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും പരസ്പരം പോരാടുന്ന രണ്ട് മഹാശക്തികളായതിൻ്റെ അനന്തരഫലം ശീതസമരമായിരുന്നു. ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ ആസ് ആൻ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, otherwise USA and USSR, Soviet Union. USA and USSR were the greatest powers after the end of Second World War. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അന്ത്യം ആഗോളതലത്തിൽ രണ്ട് പുതിയ ശക്തികൾക്ക് ജന്മം നൽകുകയുണ്ടായി. അതാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ലോകത്തിൻ്റെ എല്ലാ കോണിലെയും സ്ഥിതിഗതികൾ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്ന അവസ്ഥ സംജാതമായി. ദേ ആർ കോൾഡ് സൂപ്പർ പവേഴ്സ്. അവരെ അറിയപ്പെട്ടിരുന്നതിന് വൻ ശക്തികൾ എന്ന പേരിലാണ്. ബോത്ത് ദി സൂപ്പർ പവേഴ്സ് പൊസസ്ഡ് ന്യൂക്ലിയർ വെപ്പൺ. ഇവർ ഇരുകൂട്ടരും അണ്വായുധം പ്രയോഗിച്ചിരുന്നു. ഇരുകൂട്ടർക്കും ഭയാനകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കും. ആരെയും ജേതാക്കളായി പ്രഖ്യാപിക്കാനാവില്ല. They feared that a full-fledged war between the two might lead to immeasurable destruction. ഒരു കക്ഷി കടന്നാക്രമിച്ച് എതിർ കക്ഷികളുടെ പക്കലുള്ള അണ്വായുധങ്ങൾ നശിപ്പിച്ചാലും കാര്യമില്ല. കാരണം എതിർ കക്ഷികളുടെ കയ്യിൽ അണ്വായുധങ്ങൾ അവശേഷിക്കുന്നുണ്ടാകും. അവർ അത് പ്രയോഗിക്കുകയും ചെയ്യും. തന്മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ താങ്ങാവുന്നതിലേറെയായിരിക്കും. മറുഭാഗത്തു നിന്ന് ഒരാക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാനുള്ള ശേഷി ഇരു കൂട്ടർക്കുമുണ്ടാകും. അണ്വായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന് പോവുകയല്ല എന്നതാണ് ഡിറ്ററൻസ് എന്നതിൻ്റെ അടിസ്ഥാന യുക്തി. ദ സൂപ്പർ പവർ ഹാഡ് എ കപ്പാസിറ്റി ടു കോസ് സോ മച്ച് ഡിസ്ട്രക്ഷൻ ടു അതർ, സോ നെയ്തർ വാണ്ട് ടു ഇനീഷ്യേറ്റ് ദി വാർ. രണ്ട് വൻ ശക്തികളും അവരുടെ പിന്നിൽ അണിനിരക്കുന്ന രാജ്യങ്ങളും വിവേകത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും പെരുമാറണമെന്നാണ് സങ്കല്പം. അതായത് വൻ ശക്തികൾ ഉൾപ്പെടുന്ന യുദ്ധമുണ്ടായാൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടാകണം. രണ്ട് വൻ ശക്തികളും അവരുടെ സഖ്യശക്തികളും ഭീതിജനകമായൊരു ബന്ധത്തിൽ കഴിയുമ്പോൾ ആരെങ്കിലും യുദ്ധത്തിനിറങ്ങിയാൽ സർവനാശമായിരിക്കും ഫലം. ടു പവർ ബ്ലോക്സ്, അമേരിക്കൻ ബ്ലോക്സ്, രണ്ട് ശാക്തിക ചേരികളുടെ ഉദയം അല്ലെങ്കിൽ ദ എമർജൻസ് ഓഫ് ടു പോളാർ ബ്ലോക്സ്. ഫസ്റ്റ് വൺ അമേരിക്കൻ ബ്ലോക്സ്. അമേരിക്കൻ ശക്തിയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് വാസ് എ വെസ്റ്റേൺ ഓർ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സ്. അതായത് ലോകമെമ്പാടും തങ്ങളുടെ സ്വാധീന മേഖലകൾ വികസിപ്പിക്കുന്നതിന് വൻ ശക്തികളായ അമേരിക്കയും സോവിയറ്റ് യൂണിയനും വെമ്പൽ കൊണ്ടു. ലോകം രണ്ട് സഖ്യങ്ങളായി തിരിഞ്ഞു. അപ്പോൾ ഓരോ രാജ്യവും ഏതെങ്കിലും ഒരു ചേരിയുടെ സംരക്ഷണത്തിന് കീഴിലാകണമെന്ന് വന്നു. ചെറിയ രാജ്യങ്ങൾ തങ്ങളുടെ രക്ഷയ്ക്കായി ഏതെങ്കിലും ഒരു വൻ ശക്തിയുടെ ബന്ധത്തിൽപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ സഖ്യമുണ്ടാക്കിയാൽ വൻ ശക്തികളുടെ സംരക്ഷണവും ആയുധ സഹായവും സാമ്പത്തിക സഹായവും ലഭിക്കും. ഈ രാജ്യങ്ങളിൽ മിക്കവയും അയൽ രാജ്യങ്ങളുമായി കിടമത്സരത്തിലാകുമെന്നതിനാൽ അവർക്ക് വൻ ശക്തികളുടെ സംരക്ഷണവും സഹായവും ആവശ്യമാണ്. അമേരിക്കൻ ബ്ലോക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കാണ്, അല്ലെങ്കിൽ മുതലാളിത്ത ചേരിയാണ്. ദേ വർ കാൾഡ് എ ഫസ്റ്റ് വേൾഡ് കൺട്രീസ്. അതിനെ അറിയപ്പെടുന്നത് ഒന്നാം
ലോകരാജ്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മെയിൻ സപ്പോർട്ട് ഫ്രം വെസ്റ്റേൺ യൂറോപ്പ്. ഇറ്റ്സ് ഐഡിയോളജി വാസ് ലിബറൽ ഡെമോക്രസി ആൻഡ് ക്യാപിറ്റലിസം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയോളജി എന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രസി ആൻഡ് ക്യാപിറ്റലിസം ആണ്. ദെൻ നെക്സ്റ്റ് വൺ, സോവിയറ്റ് ബ്ലോക്സ്. ഇറ്റ് വാസ് ആൾസോ നോൺ ആസ് ഈസ്റ്റേൺ ബ്ലോക്സ് ഓർ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക്. ദേ വർ കോൾഡ് ആസ് സെക്കൻഡ് വേൾഡ് കൺട്രീസ്. രണ്ടാം ലോക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നു. മെയിൻ സപ്പോർട്ട് ഫ്രം ഈസ്റ്റേൺ യൂറോപ്പ്. ഇറ്റ്സ് ഐഡിയോളജി വാസ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ദെൻ മിലിറ്ററി അലയൻസ് ഓഫ് US ബ്ലോക്സ്. സൈനിക സഖ്യങ്ങൾ, മിലിറ്ററി അലയൻസ്. അമേരിക്കൻ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ US നിയന്ത്രിത സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാറ്റോ. നാറ്റോ മീൻസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഫോംഡ് ഇൻ 1949. 1949 ഏപ്രിൽ മാസത്തിലാണ് നാറ്റോ എന്ന പേരിൽ പാശ്ചാത്യ സഖ്യം രൂപം കൊണ്ടത്. പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ സുരക്ഷയ്ക്കായുള്ള 12 രാജ്യങ്ങളുടെ ഒരു സംഘടനയായിരുന്നു അത്. ബ്രസൽ ആയിരുന്നു സംഘടനയുടെ ആസ്ഥാനം. 12 മെമ്പേഴ്സ് ഫ്രം യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ആംഡ് അറ്റാക്ക് ഓൺ എനി വൺ ഓഫ് ദം വുഡ് ബി റിഗാർഡഡ് ആസ് ആൻ അറ്റാക്ക് ഓൺ ഓൾ ഓഫ് ദം. നൗ 29 മെമ്പേഴ്സ്. ഈ സഖ്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നേരെ ആക്രമണമുണ്ടായാൽ അത് എല്ലാവരുടെയും നേരെയുള്ള ഒരാക്രമണമായി കണക്കാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഓരോ രാജ്യവും മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്തിരുന്നു. ദ നെക്സ്റ്റ് വൺ, സീറ്റോ അഥവാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. സൗത്ത് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ ആൻഡ് സെൻറ്റോ Central Treaty Organization is the military alliance with the Middle East. Then the next one നമ്മൾ നോക്കുന്നത് സെൻറ്റോ മീൻസ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. 1954 മനിലയിൽ വെച്ചാണ് സിയറ്റോ അഥവാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. ബാങ്കോക്ക് ആയിരുന്നു അതിൻ്റെ ആസ്ഥാനം. അങ്കാറയായിരുന്നു സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. സോവിയറ്റ് യൂണിയനും ചൈനയും വിയറ്റ്നാം, ഇറാഖ്, വടക്കൻ കൊറിയ എന്നിവയുമായി സഖ്യങ്ങളുണ്ടാക്കിയിരുന്നു. നെക്സ്റ്റ് നോക്കുന്നത് മിലിറ്ററി അലയൻസ് ഓഫ് സോവിയറ്റ് ബ്ലോക്സ്. സോവിയറ്റ് നിയന്ത്രിത സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അമേരിക്കയുടെ നിയന്ത്രണത്തിൽ രൂപീകരിച്ച സൈനിക സഖ്യങ്ങൾ സോവിയറ്റ് നേതാക്കളെ പരിഭ്രാന്തരാക്കി. ഈ സൈനിക സഖ്യങ്ങളെ പ്രതിരോധിക്കുന്നതിനായി അവർ വേഴ്സ ഉടമ്പടിക്ക് രൂപം നൽകി അഥവാ വേഴ്സ പാക്ട് ഇൻ 1955 ടു കൗണ്ടർ നാറ്റോ. USSR ആൻഡ് ചൈന ഹാഡ് ടു ക്ലോസ് റിലേഷൻ വിത്ത് നോർത്ത് വിയറ്റ്നാം, നോർത്ത് കൊറിയ ആൻഡ് ഇറാഖ് ടു കൗണ്ടർ സിയറ്റോ ആൻഡ് സെൻറ്റോ. ഓക്കെ, അങ്ങനെ വേഴ്സ പാക്ടിന് USSR രൂപം നൽകുകയും ചെയ്തു. Next one, smaller states join in power blocks to get protection, weapon, economic aid. Superpowers helped the smaller states in gaining access to vital resources like oil and minerals, territory to launch weapons and troops, location for spy works, economic support for military expense. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് വൻ ശക്തികൾ എന്തിനാണ് സഖ്യരാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചേക്കാം. വൻ ശക്തികൾക്ക് അണ്വായുധ ശേഖരവും വമ്പിച്ച സേനാ വ്യൂഹങ്ങളുമുണ്ട്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒന്നല്ല, യൂറോപ്പിലെ ചെറുകിട രാജ്യങ്ങളെല്ലാം കൂടി ഒത്തുചേർന്നാലും വൻ ശക്തികൾക്ക് പേടിക്കാനില്ല. എന്നാലും വൻ ശക്തികൾക്ക് ചെറുകിട രാജ്യങ്ങളുടെ സഹായം അത്യാവശ്യമായിരുന്നു. കാരണം എണ്ണയും ധാതുക്കളും പോലെയുള്ള മർമ്മപ്രധാനമായ വിഭവങ്ങൾ കിട്ടാൻ അത് അനിവാര്യമായിരുന്നു. വൻ ശക്തികൾ തങ്ങളുടെ സൈനിക ആയുധ താവളങ്ങൾ നിർമ്മിച്ചത് ചെറിയ പ്രദേശങ്ങളിലായിരുന്നു. 3. പ്രതിയോഗികൾക്കെതിരെ ചാരവൃത്തി നടത്താൻ പറ്റിയ സ്ഥലങ്ങൾ ആവശ്യമായിരുന്നു. 4. സാമ്പത്തിക സഹായം കിട്ടുമായിരുന്നു. 5. പ്രത്യയശാസ്ത്രപരമായും ചെറുകിട രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമായിരുന്നു. ചെറുകിട രാജ്യങ്ങളുടെ വിധേയത്വമുണ്ടെങ്കിൽ വൻ ശക്തികൾക്ക് അവരുടെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് ഒരു പരിധിവരെ സാധിക്കും.
നെക്സ്റ്റ് വൺ മെയിൻ ക്രൈസിസ് ഡ്യൂറിങ് കോൾഡ് വാർ. ഫസ്റ്റ് വൺ ക്യൂബൻ മിസൈൽ ക്രൈസിസ്. പ്രധാനമായിട്ടും ശീതസമര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്രൈസിസുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മളിന്ന് പഠിച്ചതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കൊറിയൻ ക്രൈസിസ്, ബെർലിൻ ക്രൈസിസ് ആൻഡ് കോങ്കോ ക്രൈസിസ്. കൊറിയൻ പ്രശ്നം, ബെർലിൻ പ്രശ്നം ആൻഡ് കോങ്കോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുന്നത് ആം റൈസ് ബിറ്റ്വീൻ ദി പവർ ബ്ലോക്സ് ദി പ്രിവെൻറ്റ് അനദർ വേൾഡ് വാർ. ആം ബ്ലോക്സ് എന്താണെന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ ആം കൺട്രോള് അല്ലെങ്കിൽ ആം കൺട്രോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ആം കൺട്രോൾ അല്ലെങ്കിൽ ആണവായുധ നിരായുധീകരണം എന്തൊക്കെയാണ്, ആം കൺട്രോൾസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ലിമിറ്റിംഗ് ആർ എലിമിനേറ്റിംഗ് സെർട്ടൈൻ കൈൻഡ് ഓഫ് ന്യൂക്ലിയർ ആൻഡ് നോൺ ന്യൂക്ലിയർ വെപ്പൺസ്. അതായത് ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവേതര ആയുധങ്ങളുടെ ലിമിറ്റിംഗ് ഓർ എലിമിനേറ്റിംഗ്, അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് എന്ത് പറയുന്നത് ആംസ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പറയുന്നത് ചില അണ്വായുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയോ ചിലത് പാടെ ഉപേക്ഷിക്കുകയോ ചെയ്യാമെന്നായിരുന്നു ധാരണ ഉണ്ടായിരുന്നത്. ആയുധ നിയന്ത്രണ പരിപാടിയിലൂടെ സുസ്ഥിരമായ ഒരു ആയുധ സന്തുലനം ഏർപ്പെടുത്തി. 1990കളിൽ ഇതിൻ്റെ തുടക്കം. ഒരു ദശകത്തിനിടയിൽ ഇരു കക്ഷികളും സുപ്രധാനമായ 3 കരാറുകളിൽ ഒപ്പുവെച്ചു. പരിമിതമായ അണ്വായുധ പരീക്ഷണത്തിനുള്ള സന്ധി, അണ്വായുധ നിർവ്യാപന സന്ധി, നിയന്ത്രിത ദൂര മിസൈൽ വിരുദ്ധ സന്ധി എന്നിവയായിരുന്നു അവ. പ്രധാനമായിട്ടും 1963ലുള്ള ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി LTBT, 1968ലുള്ള ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി NPT, 1972ലുള്ള ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി അഥവാ ABMT. ഇവയാണ് പ്രധാനമായിട്ടും ആംസ് കൺട്രോൾ ട്രീറ്റികളായിട്ട് പറയുന്നത്. ഇതിനുശേഷം ആയുധ നിയന്ത്രണത്തിനായി വൻ ശക്തികൾ നിരവധി തവണ ചർച്ചകൾ നടത്തുകയും പല സന്ധികളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിനായി നടത്തിയ കൂടിയാലോചനകൾ SALT സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ സ്റ്റോക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. 1980കളിൽ ഇരു ശക്തികളും തമ്മിൽ നടന്ന നിരായുധീകരണ ചർച്ചകൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് റോൾ ഓഫ് നാം. റോൾ ഓഫ് നാം അഥവാ റോൾ ഓഫ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ചലഞ്ചസ് ടു ബൈപോളാരിറ്റിയാണ്, ഇരുധ്രുവത്വത്തിനുള്ള വെല്ലുവിളിയാണ് നാം എന്നത് പറയുന്നത്. ഇറ്റ് വാസ് എ തേർഡ് ഓപ്ഷൻ ഫോർ ദി ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. എന്ന് പറഞ്ഞാൽ ശീതസമര ലോകത്തെ അങ്ങനെ 2 വിരുദ്ധ ചേരികളിലായി വിഭജിച്ചു. ഈ സാഹചര്യത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനം അഥവാ നാം രൂപം കൊള്ളുന്നത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വൻ ശക്തികളുടെ നേതൃത്വത്തിലുള്ള 2 ചേരികൾക്ക് പുറമെ മൂന്നാമതൊരു ചേരി കൂടി പ്രദാനം ചെയ്യുന്നവയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളെ മൂന്നാം ലോകരാജ്യങ്ങൾ അഥവാ തേർഡ് വേൾഡ് കൺട്രീസ് അഥവാ വികസ്വര രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് നേഷൻസ് എന്നാണ് വിളിക്കുന്നത്. നാം സ്റ്റേഡ് എവേ ഫ്രം ദി പവർ ബ്ലോക്സ്. പവർ ബ്ലോക്സിൽ നിന്നും വിട്ടുനിൽക്കുന്നവയാണ് നാം എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദി ഫോർമേഷൻ ഓഫ് നാം എന്തൊക്കെ രൂപീകരണത്തിൻ്റെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കോഓപ്പറേഷൻ എമംഗ് ദി ഫൗണ്ടിങ് കൺട്രീസ്, സഹവർത്തിത്വം, രാജ്യങ്ങൾക്കിടയിലുള്ള സഹവർത്തിത്വം. നെക്സ്റ്റ് വൺ ഗ്രോയിങ് കോൾഡ് വാർ ടെൻഷൻസ്, ശീതസമര കാലഘട്ടത്തിലുണ്ടായിരുന്ന വർദ്ധിച്ചു വരുന്ന ശീതസമര സംഘർഷവും അതിൻ്റെ മേഖലകളിലുണ്ടായ വ്യാപ്തിയും. എൻട്രി ഓഫ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ്, പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഒട്ടേറെ ആഫ്രിക്കൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ എത്തിച്ചേർന്നത്.
ഓക്കെ, ഈ 1960 അല്ലെങ്കിൽ 1960 ആയപ്പോഴേക്കും ഐക്യരാഷ്ട്രസമിതിയിൽ പുതുതായി 16 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് വൈറ്റൽ ഫോർ ദി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, നമ്മൾ നോക്കുക, നാമിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. എന്താണ് നാം? യുഗോസ്ലാവിയയിലെ ജോസഫ് ബ്രോസ് ടിറ്റോ, ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഈജിപ്ഷ്യൻ നേതാവായ ഗമാൽ അബ്ദുൽ നാസർ എന്നീ 3 നേതാക്കളുടെ സൗഹൃദത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് നാം എന്നത്. ഇവർ 1956-ൽ 1956-ൽ സമ്മേളിച്ച ചർച്ചകൾ നടത്തി. ഇന്തോനേഷ്യയുടെ സുകർണോ, ഘാനയുടെ നേതാവായ ക്വാമ എൻ ക്രൂമെ ഇവർക്ക് ശക്തമായ പിന്തുണ നൽകി. ഇവരാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ. 1961-ൽ ബെൽഗ്രേഡിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനം ഔപചാരികമായി രൂപം കൊണ്ടത്. ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ആദ്യത്തെ ഉച്ചകോടിയിൽ 25 അംഗരാഷ്ട്രങ്ങളുടെ തലവന്മാർ പങ്കെടുത്തു. കാലക്രമത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിലെ അംഗസംഖ്യ ഉയരുകയും പ്രസ്ഥാനം കരുത്താർജിക്കുകയും ചെയ്തു. 2012-ൽ ഇറാനിലെ ടെഹ്റാനിലാണ് അവസാനത്തെ ഉച്ചകോടി നടന്നത്. അതിൽ 116 അംഗരാഷ്ട്രങ്ങളും 15 നിരീക്ഷക രാഷ്ട്രങ്ങളും പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിഭാഗം അംഗങ്ങളും ചേരിചേരാ പ്രസ്ഥാനത്തിലുണ്ട്. ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളും ഇതിൽ അംഗങ്ങളാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുന്നത് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ NIEO എന്താണെന്ന് നോക്കാം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് വൈറ്റൽ ഫോർ ദി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് വാസ് ദി പാർട്ട് ഓഫ് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ. സാമ്പത്തിക പ്രശ്നമായിരുന്നു മിക്ക ചേരാ രാജ്യങ്ങളും അഭിമുഖീകരിച്ചിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും അല്പവികസിത രാജ്യങ്ങൾ, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആയിരുന്നു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക ഭദ്രത അത്യന്താപേക്ഷിതമായിരുന്നു. സുസ്ഥിര സാമ്പത്തിക വികസനമില്ലെങ്കിൽ ഒരു രാജ്യത്തിനും സ്വന്തമായി നിലനിൽക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, അവയ്ക്കൊന്നും അന്യരാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും. ഏത് കൊളോണിയൽ ശക്തിയിൽ നിന്നാണോ സ്വാതന്ത്ര്യം നേടിയത്, അതേ കൊളോണിയൽ ശക്തിയെ തന്നെ ആശ്രയിക്കേണ്ട ഗതികേടും വന്നു ചേരും. ഈ ഒരു ബോധത്തിൽ നിന്നാണ് പുത്തൻ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമം അഥവാ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ എന്ന ആശയം സ്വീകരിക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും തയ്യാറായത്. UNCTAD was an initiative for least developed countries. വ്യാപാരത്തിനും സാമ്പത്തിക വികസനത്തിനുമുള്ള ഐക്യരാഷ്ട്ര സമ്മേളനം UNCTAD, യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് 1972 1972 സാമ്പത്തിക വികസനത്തിനായുള്ള പുതിയൊരു വ്യാപാര നയത്തിലേക്ക് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ടുവേർഡ്സ് എ ന്യൂ ട്രേഡ് പോളിസി, UNCTAD obtains access to western markets. ആഗോള വ്യാപാര സംവിധാനത്തിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഈ റിപ്പോർട്ട് നിർദ്ദേശിച്ചു. അവ പ്രധാനമായിട്ടും ഇവയാണ്: പാശ്ചാത്യ വികസിത രാജ്യങ്ങളാൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന പ്രകൃതി വിഭവങ്ങളുടെ മേൽ അല്പവികസിത രാജ്യങ്ങൾക്ക് നിയന്ത്രണാധികാരം നൽകുക, ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് ആഗോള വിപണികളിൽ പ്രവേശനം അനുവദിക്കുകയും ഉൽപ്പന്നങ്ങൾ ആഗോള വിപണികളിൽ വിറ്റഴിക്കാൻ സൗകര്യമൊരുക്കുകയും അങ്ങനെ വ്യാപാരം ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് കൂടുതൽ ഗുണപരമാവുകയും ചെയ്യുക, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതികവിദ്യയുടെ ചെലവ് കുറയ്ക്കുക, അല്പവികസിത രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം അനുവദിക്കുക എന്നിവയാണ് അത്. നെക്സ്റ്റ് വൺ നോക്കുന്നത് ഇന്ത്യ ആൻഡ് ദ കോൾഡ് വാർ, ഇന്ത്യയും ശീതസമരവും. സ്റ്റേയിങ് എവേ ഫ്രം ദി ടു അലയൻസ്. ശീതസമരത്തിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം 2 വിധത്തിലായിരുന്നു. പ്രധാനമായിട്ടും 2 സഖ്യചേരികളിൽ നിന്നും അകന്നു നിൽക്കാൻ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധിച്ചു. അതേസമയം പുതുതായി സ്വാതന്ത്ര്യം നേടുന്ന രാജ്യങ്ങൾ ഈ ശാക്തിക ചേരികളുമായി സഹകരിക്കുന്നതിനെതിരെ ഇന്ത്യ ശബ്ദമുയർത്തുകയും ചെയ്തു. Raised voice against newly decolonized countries became part of these alliance. Stay away from the two alliance. These are the main points. Okay.
ഇന്ത്യാസ് പോളിസീസ് വാസ് നെയ്തർ നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് നിഷേധാത്മകമോ നിഷ്ക്രിയമോ ആയിരുന്നില്ല. ഇന്ത്യ ട്രൈ ടു റെഡ്യൂസ് കോൾഡ് വാർ ടെൻഷൻ. ചേരിചേരായ്മ എന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയൊളിക്കലല്ലെന്ന് നെഹ്റു ലോകത്തെ ഓർമ്മിപ്പിച്ചു. ശീതസമര കിടമത്സരങ്ങളുടെ രൂക്ഷത കുറയ്ക്കാൻ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നതിനെ ഇന്ത്യ അനുകൂലിച്ചിരുന്നു. ഇന്ത്യ മെയ്ഡ് നെഗോഷിയേഷൻ വിത്ത് ദി അലയൻസ് ടു പ്രിവെൻറ്റ് അനദർ വേൾഡ് വാർ. ശാക്തിക ചേരികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലഘൂകരിക്കുന്നതിന് ഇന്ത്യ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. അങ്ങനെ യുദ്ധത്തിനുള്ള സാധ്യത ഇല്ലാതാക്കി. 1950കളിലെ കൊറിയൻ യുദ്ധം പോലെയുള്ള ശീതസമര കിടമത്സരങ്ങളിൽ ഇരു കക്ഷികൾക്കുമിടയിൽ ആശയവിനിമയം നടത്തുന്നതിനും മധ്യസ്ഥത വഹിക്കുന്നതിനും ഇന്ത്യൻ നേതാക്കളും നയതന്ത്ര പ്രതിനിധികളും പ്രയത്നിച്ചു. നോൺ അലൈൻഡ് പോസ്റ്റേഴ്സ് ഹെൽപ്ഡ് ഇന്ത്യ ടു ടേക്ക് ഇൻ്റർനാഷണൽ ഡിസിഷൻ ഇൻഡിപെൻഡൻ്റ്ലി. ശീതസമരകാലത്ത് ചേരിചേരാ പ്രസ്ഥാനത്തെ മാത്രമല്ല അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള ഇരു ശാക്തിക ചേരികളിലും പെടാത്ത പ്രാദേശിക സഖ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും രംഗത്തേക്കെത്തിക്കാൻ ഇന്ത്യ ശ്രമിച്ചിരുന്നു. ക്രിറ്റിസിസം എഗൈൻസ്റ്റ് ഇന്ത്യാസ് നാം പോളിസി. എന്തൊക്കെയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഇന്ത്യയുടെ പല വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ റിഫ്യൂസ്ഡ് ടു ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ടു എനി ഇൻ്റർനാഷണൽ ഇഷ്യൂസ് ടു പ്രൊട്ടക്ട് ദി നാഷണൽ ഇൻട്രസ്റ്റ്. ഇന്ത്യയുടെ ചേരിചേരാ നയം തത്വാധിഷ്ഠിതമല്ല, പ്രധാനമായിട്ടും ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനെന്ന വ്യാജേന സുപ്രധാനമായ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കാതെ ഇന്ത്യ മാറി നിന്നു. ഇന്ത്യ പോളിസീസ് വാസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇന്ത്യയുടെ നിലപാടുകൾ പലപ്പോഴും എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അസ്ഥിരമാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമാണ്. ഇന്ത്യ സൈൻഡ് എ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വിത്ത് USSR. ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി 1971 ആഗസ്റ്റിൽ 20 കൊല്ലത്തേക്കൊരു സൗഹൃദ സഹകരണ സന്ധിയിൽ ഏർപ്പെട്ടു. ഇന്ത്യ സോവിയറ്റ് സൈനിക സഖ്യത്തിൽ ചേർന്നതിന് തുല്യമായിട്ടാണ് ഇതിനെ പലരും കണക്കാക്കിയത്. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. ബംഗ്ലാദേശ് പ്രതിസന്ധി പോലെയുള്ള ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് നയതന്ത്രപരമായി മാത്രമല്ല സൈനികപരമായും പിന്തുണ ആവശ്യമായിരുന്നു. അതിനു പുറമെ അമേരിക്കയടക്കമുള്ള ഏതു രാജ്യമായും സൗഹൃദം നിലനിർത്തുന്നതിന് ഈ സന്ധി തടസ്സമായിരുന്നില്ല. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തു നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് നാം അഥവാ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ദെൻ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ദെൻ ആംസ് കൺട്രോൾ, അണുവായുധ പരീക്ഷണങ്ങൾ, ദെൻ നെക്സ്റ്റ് വൺ USSR and military alliances of US blocks and USSR blocks, the detailed descriptions, then what you mean by Cold War and India. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാഠമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.